ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ക്യൂട്ടാട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കുറച്ച് അഡീനിയം പ്ലാന്റ്സ് റീപോർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ. നമുക്ക് റീപോർട്ട് ചെയ്യാൻ പറ്റിയൊരു ടൈമാണ് കേട്ടോ. ഇപ്പോൾ അതായത് ഡിസംബർ ടു ജനുവരിയാണ് റീപോർട്ട് ചെയ്യാൻ പറ്റിയ ടൈം. എന്നാൽ നമുക്ക് ഫെബ്രുവരിയിലൊക്കെ പ്രൂൺ ചെയ്യാം. ഞാനൊരു 3-4 വർഷമേ ആയിട്ടുള്ളൂ കേട്ടോ അഡീനിയം വളർത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനത് എല്ലാ വർഷവും റീപോർട്ട് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ കുറച്ച് മൺചട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ടാണ് ഇപ്രാവശ്യം റീപോർട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിലുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ഈ മൺചട്ടികൾ എവിടെ നിന്നാണ് ഉണ്ടാക്കി എത്ര രൂപയായി എന്നതിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കണ്ടാൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു 5 ഇഞ്ചിൻ്റെ പോട്ടാണ് കേട്ടോ അളവ് പാത്രമായിട്ട് എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 പാത്രം മണലാണ് എടുത്തിട്ടുള്ളത്. മണൽ മീൻസ് നമ്മൾ പിന്നെ അറബിക്കൻ വെച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മഴ പെയ്യുമ്പോൾ റോട്ടിൽ കൂടെ ഒലിച്ച് വരുന്ന ആ ഒരു ചിരലല്ല മണൽ പോലത്തെ ഒരു സാധനം. അപ്പോൾ അതാണ് ഞാൻ ഇതിന് 2 പാത്രം എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അതിലേക്ക് ഈ സെയിം പോട്ടിൽ ഒരു പോട്ട് ഉമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പോട്ട് ചകിരിച്ചോറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പോട്ട് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ടുള്ള പൊടിയാണ് കേട്ടോ. പിന്നെ എടുത്തത് ഒരു പിടി വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ. അത് നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് പൊടിച്ച് ചേർത്തു. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കരിയുടെ പീസുകൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഓർക്കിഡ് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കരി ഉണ്ടല്ലോ, അതിൽ മിച്ചം വരുന്ന ചെറിയ കുഞ്ഞു പീസുകൾ അത് ഞാൻ ഒരു പിടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തതായി ഇനി ഇതിലേക്ക് കുറച്ച് സാഫ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഉമി അതേപോലെ കരിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതൊന്നും അത്ര ആവശ്യമുള്ളതല്ല. ഞാൻ എൻ്റെ അടുത്ത് അവൈലബിൾ ആയപ്പോൾ ആഡ് ചെയ്തെന്ന് മാത്രം. നിങ്ങൾക്കത് വേണമെങ്കിൽ ഒഴിവാക്കാം. ഞാനങ്ങനെ അഡീനിയത്തിന് പിന്നെ ഒരു പ്രത്യേകിച്ചൊരു പോട്ടി മിക്സ് അങ്ങനെയൊന്നും ഉപയോഗിക്കലില്ല. ഞാൻ എൻ്റെ അടുത്ത് അപ്പോൾ ആ സമയത്ത് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് നന്നായിട്ട് വെള്ളം ചോർന്ന് പോകുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഏത് പോട്ടി മിക്സും ഞാൻ ചെയ്യാറുണ്ട്. ചിലവർ ഇതിലേക്ക് പെർലൈറ്റ് ആഡ് ചെയ്യാറുണ്ട്. എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഉമ്മി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് പോട്ട് ചെയ്യാം കേട്ടോ. ഞാനിത് 12 ഇഞ്ച് വീതിയും അതുപോലെ 6 ഇഞ്ച് ഉയരം വരുന്ന ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഹോള് കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ കുറച്ച് മെറ്റൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി റീപോർട്ട് ചെയ്യാൻ പോണ പ്ലാന്റ് ഇതാണ്. ഇതൊരു 3 വർഷം പ്രായമുള്ള ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് അതുപോലെ ഇളക്കിയെടുത്തിട്ട് ഒരുപാട് മണ്ണൊന്നും കളയാതെ അതുപോലെ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് മണ്ണുകളൊക്കെ കളയുന്നുണ്ട് കേട്ടോ, വേരുകളൊന്നും കട്ട് ചെയ്യണില്ല. അങ്ങനെയാണ് ഞാൻ ഈ പ്ലാന്റ് പോട്ട് ചെയ്യണത്. ഇനി മറ്റുള്ള പ്ലാന്റുകൾ ഞാൻ വേറൊരു രീതിയിലാണ് ചെയ്യണത് കേട്ടോ. ഈ പ്ലാന്റ് ഞാൻ പിന്നെ സാഫിൽ മുക്കി കഴുകുകയോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് പറിച്ചെടുത്ത് മണ്ണുകൾ അധികം കളയാതെ അങ്ങനെ തന്നെ റീപോർട്ട് ചെയ്തതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പ്ലാന്റുകൾ പോട്ട് ചെയ്യാം. ഇത് ഞാൻ ആദ്യമായിട്ട് ക്രാഫ്റ്റ് ചെയ്ത പ്ലാന്റാണ് കേട്ടോ. 2 കളേഴ്സ് ഇതിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 2ഉം സക്സസ് ആയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം കേട്ടോ. ആദ്യമായിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഫ്ലവറും ഈ ഒരു പ്ലാന്റിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ 3 തരം ഫ്ലവേഴ്സാവും ഈ ഒരു പ്ലാന്റിൽ വിരിയുക. ഈ പ്ലാന്റ് ഞാൻ പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പശ പോലത്തെ മണ്ണുണ്ടല്ലോ, അതാണ് ഞങ്ങളെ തൊടിയിലെ മണ്ണ്. അതിൽ
കുറച്ച് ചാണകപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് അന്ന് അങ്ങനെ പോട്ട് ചെയ്തതായിരുന്നു 1 വർഷം മുന്നേ. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഈ മണ്ണിൽ വെച്ച, അതായത് നമ്മൾ മണലോ എംസാൻഡോ ഒന്നും യൂസ് ചെയ്യാതെ വെച്ചിട്ടുള്ള പ്ലാന്റുകളുടെ കോഡെക്സ് ഭയങ്കര വലിപ്പം കണ്ടില്ലേ. ഇതൊക്കെ എന്തൊരു വലിപ്പമാണ്. മണ്ണിൻ്റെ അടിയിലുള്ള ഭാഗം ഭയങ്കര വലുതായിട്ടുണ്ട്. അതേപോലെ വേറെ 2-3 പ്ലാന്റുകളുണ്ട് കേട്ടോ, ഒക്കെ ഇതേപോലെ പിന്നെ നല്ല വലിപ്പമുണ്ട് കണ്ടോ. ഇതിനും അത്യാവശ്യം നല്ല വലിപ്പമുള്ള കോഡെക്സാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരെണ്ണം ഞാൻ കമ്പ് വെറുതെ കുത്തി വെച്ചതായിരുന്നു, അതും അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഇത് ചളി പോലത്തെ മണ്ണായതിനും കൊണ്ട് ഞാൻ ഇത് നന്നായിട്ട് കഴുകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ആ പ്ലാന്റുകളൊക്കെ നല്ലോണം കഴുകിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഞാൻ സാഫിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഈ കോഡെക്സ് വലിപ്പമുള്ളത് കൊണ്ട് തന്നെ ഞാനിത് ബോൺസായി പോലെ, അതായത് കുറച്ച് ഉയർത്തി വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മുകളിലുള്ള വേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോ അല്ലേ കേട്ടോ. മാത്രമല്ല വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ തരണേ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കമ്പ് നട്ട പ്ലാന്റ്. വേരുകളൊക്കെ കട്ട് ചെയ്തതിനും കൊണ്ട് തന്നെ നമ്മളെ പ്ലാന്റിൻ്റെ അടിഭാഗത്ത് കുറേ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് സാഫ് പേസ്റ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ സാഫ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ സാധാരണ പോലെ തന്നെ പോട്ട് ചെയ്യാം കേട്ടോ. ഇതെല്ലാം ഞാൻ ഒറ്റ ദിവസം കൊണ്ട് എടുത്ത വീഡിയോ അല്ല കേട്ടോ. എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് കുറച്ച് പ്ലാന്റുകളാണ് പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ കോഡെക്സ് ഭാഗം ഒരുപാട് താഴ്ത്തിയിട്ടില്ല. അടിയിൽ വേര് കട്ട് ചെയ്യാത്ത ഭാഗം മാത്രം ജസ്റ്റ്, അതായത് പ്ലാന്റ് ഉറച്ചു നിൽക്കുന്ന രീതിയിൽ മാത്രം ഒന്ന് വേര് താഴ്ത്തിയിട്ട് ഞാൻ ബാക്കി എല്ലാ ഭാഗവും മുകളിലോട്ടായിട്ടാണ് പോട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ റീപോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ബാക്കി വന്ന സാഫ് കലക്കിയ വെള്ളമാണ് ഞാൻ അതുപയോഗിച്ചിട്ട് തന്നെയാണ് ഈ പ്ലാന്റുകളൊക്കെ നനച്ചു കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു നനയ്ക്ക് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് മതി കേട്ടോ അടുത്ത നന. അതായത് ഈ മണ്ണ് നല്ലോണം ഡ്രൈ ആയെങ്കിൽ മാത്രം നനച്ചു കൊടുത്താൽ മതി. ഞാൻ ഡയറക്റ്റായിട്ട് വെയിലത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാവരും പറയും ഷെയ്ഡിൽ വെക്കണമെന്ന്, പക്ഷേ ഞാൻ ഷെയ്ഡിൽ വെച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറന്നുകൊണ്ട്, അപ്പോൾ മറക്കാണ്ട് ലൈക്ക് ചെയ്യണം. പുതുതായിട്ട് വരുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ അന്ന് വാങ്ങിച്ച അറബിക്കാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.